വയനാട് വാകേരി മൂടക്കൊല്ലിയിൽ ഇറങ്ങിയ കടുവയെ കൂടുവെച്ച് പിടികൂടുമെന്ന വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ അറിയിച്ചു. വാകേരിയിൽ ഇനിയും കടുവ ഇറങ്ങാൻ സാധ്യതയുണ്ടെന്നും ആൾക്കൂട്ടമാണ് പ്രദേശത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്നും മന്ത്രി വിമർശിച്ചു. കർഷകരുടെ പേരിൽ ചിലർ മുതലെടുപ്പ് നടത്തുന്നതായും വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങിയാൽ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ ലഘൂകരിക്കുമെന്നും മന്ത്രി റിപ്പോർട്ടറിനോട് പറഞ്ഞു. യുവ കർഷകൻ പ്രജീഷിനെ കൊലപ്പെടുത്തിയ സ്ഥലത്തുനിന്ന് 2 കിലോമീറ്റർ അകലെയാണ് വീണ്ടും കടുവയിറങ്ങിയത്. കരിക്കുളത്ത് ശ്രീനേഷിന്റെ ഫാമിലെ 20-ലധികം പന്നിക്കുഞ്ഞുങ്ങളെ കടുവ കൊന്നു. പ്രദേശത്ത് വനംവകുപ്പ് കൂടുവെച്ചു. ചിലർ ഇരട്ട മുഖവുമായി പ്രതിഷേധ രംഗത്തിറങ്ങുന്നുവെന്ന് വനമന്ത്രി ആരോപിച്ചു. ഇന്നലെ രാത്രി കൂടുവെച്ചു, ക്യാമറകൾ വെച്ചു. ഒരേ ആൾ തന്നെ 2 മുഖം കാണിച്ചുകൊണ്ട് 2 റോൾ അഭിനയിക്കുന്ന സ്ഥിതി വാകേരിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പൊതുസമൂഹം പരിശോധിക്കണം. വന്യമൃഗം നാട്ടിലിറങ്ങിയാൽ നടപടിക്രമങ്ങൾ വൈകുന്നത് പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നു. ഇതിന് അടിയന്തര പരിഹാരം കാണുമെന്നും മന്ത്രി. അനിവാര്യമായ ഘട്ടങ്ങളിൽ ആവശ്യമായ നടപടികൾ എന്താണോ ആ നടപടികൾ സ്വീകരിക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനുള്ള അധികാരം സർക്കിൾ ഫോറസ്റ്റ് ഓഫീസർമാർക്ക് നൽകാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കാൻ ഞാൻ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. വന്യമൃഗം നാട്ടിലിറങ്ങുന്ന സ്ഥലങ്ങളിൽ ടാസ്ക് ഫോഴ്സ് നിയോഗിക്കുമെന്നും മന്ത്രി അറിയിച്ചു. റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.